നമസ്കാരം. ഈ ലൈംഗിക ചൂഷണം അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ ഏറ്റവും ഒരു മൂർധന്യാവസ്ഥയിലാണ് ഇറാൻ ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവർ എന്താലോചിച്ചെന്ന് പറഞ്ഞ് നമുക്കറിയത്തില്ല. കാരണം അവിടെ പ്രസിഡൻ്റുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, പുരോഹിതന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു പുതിയ നിയമം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് ഈ 18 വയസ്സാണെങ്കിൽ തന്നെയും ഈ യൂട്രസിന്, അതായത് ഗർഭപാത്രത്തിനൊരു പക്വത വരണമെങ്കിൽ മിനിമം ഒരു 22 ഇയേഴ്സെങ്കിലും വേണം. എന്നാലിപ്പോൾ അതൊന്നും നോക്കി നിൽക്കാതെ ശരി നമ്മുടെ ഒരു നിയമം പാസ്സാക്കി മെജോറിറ്റി ഈസ് ദി അതോറിറ്റി. കാരണം ഈ വിവരമുള്ളവർ പറഞ്ഞിട്ടൊരു കാര്യമില്ല, മെജോറിറ്റി പറയുന്നതാണ്. ലോകം മുഴുക്കി നടക്കുന്ന ജനാധിപത്യ ഭരണം. 9 വയസ്സുള്ള കുട്ടികളെ തന്നെ വിവാഹം കഴിക്കാം. ഇപ്പം 9 വയസ്സുള്ള ഒരാൾ അവിടെ ഒരു മുത്തച്ഛനാവാൻ പ്രായമുള്ള ഒരാളിന് വേണമെന്നുണ്ടെങ്കിൽ 9 വയസ്സായ പെൺകുട്ടിയെ കഴിക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് ഇപ്പോഴത്തെ അല്ല, ഇപ്പം പാല് കൊടുക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ള കേസല്ല. കുട്ടികൾക്ക് മിനിമം 3 ഇയേഴ്സെങ്കിലും പാലിൽ കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. ഇതൊരു പ്രായമാവുന്നതിന് മുമ്പ് തന്നെ ലൈംഗികമായിട്ട് 100% ലീഗലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അത് ഒരു ഇസ്ലാമിക് രാജ്യമാണ്, ഭരണം ഇസ്ലാമിക്കിൻ്റെയാണ്. അപ്പോൾ ഞാൻ ഖുർആൻ പഠിച്ചിട്ട് തന്നെ ഉണ്ട്. ബൈബിള് വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഹിന്ദുക്കളുടെ ഗ്രന്ഥം ശ്രീമദ് മഹാഭാരതവും എല്ലാം ഇതുപോലുള്ളതെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും ഒരു കൊച്ചുകുട്ടിയെ ബലാത്സംഗം ചെയ്യാനായിട്ടോ ഈ പ്രായമോ കാണാനില്ല. പ്രവാചകനായ മുഹമ്മദ് നബിയെ തന്നെ എടുക്കാം. ഇന്ന് ആധുനിക ലോകം കണ്ടിട്ടുള്ള ഒരു 1500 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്തത് എന്താ? ഹെൽത്ത് ഫീൽഡായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അന്ന് അദ്ദേഹം നിയമം കൊണ്ട് പാസ്സാക്കി, നിങ്ങൾ എല്ലാ പെണ്ണുങ്ങളെയും സംരക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കല്യാണം കഴിക്കണമെന്നല്ല. അതിൽ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളായിട്ട് തന്നെ അതിനെ വളർത്തണം. കാരണം അതിൻ്റെ ശരീരശാസ്ത്രം തന്നെ പുള്ളി പറഞ്ഞിട്ട്, ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സർക്കംസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ സുന്നത്ത് കല്യാണം. അത് വളരെ സയൻറ്റിഫിക്കാണ്. ഇപ്പോൾ WHO തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മെഡിക്കൽ ഡോക്ടേഴ്സ് തന്നെയും അത് ചെയ്യുന്നതാണ്. ഞാൻ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സുന്നത്ത് കല്യാണം ചെയ്തിട്ട് അവർ കുട്ടികൾ സഫർ ചെയ്യുന്നത് കണ്ടിട്ടുള്ള, ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. അന്ന് ഈ മദ്രസകളിൽ ഈ കൊച്ചുങ്ങളെ 10-25 എണ്ണത്തിന് ഒരു ഹാളിൽ കിടത്തിയിട്ട് മേളിൽ അവരുടെ ലിംഗത്തിൽ തട്ടാതിരിക്കാൻ വേണ്ടി കൊതുകുവല പോലെല്ലാം പൊക്കി വെച്ച് കെട്ടി അവരെ സംരക്ഷിക്കുമായിരുന്നു. പക്ഷെ അന്ന് ചെയ്തിരുന്നത് ഈ ബാർബേഴ്സാണ്, ഒസ്താമാരാണ്. അപ്പോൾ അവരായിരുന്നില്ല എക്സ്പെർട്ട്. പിന്നെ അത് നിയമം കൊണ്ട് തന്നെ അത് നിർത്തിയിട്ട് പിന്നെ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം വിദ്യാഭ്യാസം പേരുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. വളരെ ശാസ്ത്രീയമാണ്. കാരണം ഈ ലിംഗത്തിൻ്റെ ഫോർസ്കിൻ എന്ന് പറയും. ഈ ഫോർസ്കിൻ ഫൈമോസിസ്, അതായത് അടഞ്ഞിരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന് ക്യാൻസർ വരെ സാധ്യതയുണ്ട്. അപ്പോൾ എന്തുമാത്രം ദീർഘവീക്ഷണവും അറിവും പ്രവാചകനായ മുഹമ്മദ് നബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശരീരശാസ്ത്രത്തിനെ പറ്റി ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള നല്ല അറിവുള്ള ഒരു പ്രവാചകൻ തന്നെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാണ് ഇന്ന് മുസ്ലിം മതം സ്വീകരിച്ചത്. മുസ്ലിം മതം സ്വീകരിച്ചിട്ടുള്ള ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ ആളുകളും ഉണ്ട്. ഈ ഒരു കാര്യത്തിന് നമ്മൾ ജാതി മതം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിയമം കൊണ്ട് തന്നെ നിർത്തേണ്ടതാണ്. ഈ മനുഷ്യാവകാശം എന്ന് പറയുന്ന സംഘടനകളുണ്ട്. അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് കേൾക്കാനാണ്? ഇപ്പോൾ യുഎൻഒയ്ക്ക് വേണമെങ്കിലും ഇടപെടാം. കാരണം ഇത് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ഈ മരിക്കുന്നതിന് തുല്യമായിട്ടാണ്. ഈ പഴയ കാലത്ത് ഒരു 10 വയസ്സ് വരെ പാല് കൊടുക്കുന്ന പ്രായമാണ്. അപ്പോൾ പാല് കുടി നിർത്തുന്നതിന് മുമ്പുള്ള പ്രായത്തിലാണ് ഈ കുഞ്ഞുങ്ങളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും പ്രകൃതി വിരുദ്ധ കാര്യങ്ങളും നിയമം അംഗീകരിക്കുന്നത്. എന്ത് ഭരണാധികാരികളാണ് അത്? നമ്മളുടെ ലോകത്തുള്ള എല്ലാ ആളുകളും ഇതിനെ എതിർക്കേണ്ടതാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, അത് ഏറ്റവും പ്രധാനമായിട്ടായിരിക്കും മുസ്ലിം സംഘടന അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കണം. അവർ പറഞ്ഞെങ്കിൽ മാത്രമേ ഇതിൻ്റെ വില വരുന്നുള്ളൂ. ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനീ പറയുന്നതിൽ രാഷ്ട്രീയമില്ല, റിലിജിയനില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് നബി മഹാനായ ഒരു ഡോക്ടർ തന്നെയായിരുന്നു.
പിന്നെ നിയമം കൊണ്ട് അത് പല കാര്യങ്ങളും പിന്നെ പറഞ്ഞിട്ടുണ്ട്. ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മൃഗങ്ങളുമായിട്ട് രമിക്കരുത്, ശവശരീരത്തിന് നിങ്ങൾ ഭോഗിക്കരുത്, പിന്നെ ആരോഗ്യമുള്ളതിൻ്റെ പിന്നെ അടുത്ത് മാത്രമേ നിങ്ങൾ ലൈംഗികമായിട്ടായാലും നിങ്ങൾ അഥവാ ഇറച്ചി ഭക്ഷിക്കുന്നെങ്കിൽ തന്നെയും മരിച്ചതിൻ്റെയോ അല്ലെങ്കിൽ ചെയ്യുന്നതിൻ്റെയോ സോക്കേട് പിടിച്ചതിൻ്റെയോ ഒന്നും പാടില്ല. അതിനാണ് അദ്ദേഹം നല്ലൊരു പേരിട്ട് ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള മൃഗങ്ങളെ കൊല്ലാവൂ. അത് നമ്മുടെ ഒരു ആഹാരമല്ല, ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ആഹാരമല്ല. മനുഷ്യൻ്റെ ആഹാരം വെജിറ്റബിൾസും ഇത് തന്നെയാണ്. പക്ഷേ ഈ ഒരു ബാർബേറിയസ് ആയിട്ടുള്ള ഒരു നിയമം ഇതിനെ എല്ലാ സംഘടനകൾക്കും, മുസ്ലിമെന്ന് മാത്രം അമുസ്ലിങ്ങൾക്ക് എതിർക്കാവുന്നതാണ്. ഇവരെങ്ങനെ ഇതെല്ലാം ചെയ്തു വരുന്നു? അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ഒന്നുമില്ല, അതിനെ ക്രൂരമായിട്ട് കൊല്ലുന്ന ഒരു പരിപാടി തന്നെയാണ്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ തന്നെയും ഇനി കൂടുതലായിട്ട് നിർമ്മിച്ച കാര്യം, ഇതൊരു വലിയ സബ്ജക്റ്റ് തന്നെയാണ്. ഒരുപാട് എതിർപ്പുകൾ ആളുകൾക്ക് വരാം, രാജ്യങ്ങൾ തമ്മിൽ എതിർപ്പ് വരാം, ഇതെല്ലാം. പക്ഷേ ഇതുവരെയും ഒരു സംഘടനകളും ഇതിനകത്ത് ഇടപെട്ട് കണ്ടിട്ടേ ഇല്ല. WHO പറഞ്ഞിട്ടില്ല, UN പറഞ്ഞിട്ടില്ല, മനുഷ്യാവകാശ സംഘടനകൾ ധാരാളമുണ്ട്, അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും നമ്മുടെ പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സബ്ജക്റ്റ് തന്നെയാണ്. ഇപ്പം ഞാൻ പ്രധാനമായിട്ട് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ സോക്കേടുകൾക്കും ദോഷവശമില്ലാത്ത മരുന്നുകൾ ഉപയോഗിച്ച് സുഖപ്പെടുത്തുക എന്നുള്ളത്. അത് സർജിക്കലായാലും മെഡിക്കലായിട്ടും. പിന്നെ പ്രധാനമായിട്ട് ചെയ്യുന്നത് നമ്മൾ പിന്നെ ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോഗ്രാം ഒഴിവാക്കാം. അത് വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസറാണ്. ആ ലേസർ ഉപയോഗിച്ച് നിങ്ങൾക്കിത് ആരെങ്കിലും സംശയം, ഈവൻ ഡോക്ടേഴ്സിന് തന്നെ ഒരുപാട് സംശയം വരാം. ഡോക്ടേഴ്സും അല്ലാത്തവർക്കും എല്ലാം തന്നെ വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.